കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നലത്തെ വീഡിയോസിൽ കുറേ കമൻറ്റ് കണ്ട് ഇന്നെന്താ ഇത്താ വീഡിയോ ഇടാൻ വൈകിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ വരാൻ വെയിറ്റിങ്ങിലല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ? അതുകൊണ്ടാണല്ലോ ഞാൻ വരാൻ വൈകിയെങ്കിൽ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. പിള്ളേരൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം ജോലിയെല്ലാം കഴിഞ്ഞ് പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്ന് എഡിറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചില ദിവസങ്ങളിൽ വൈകി പോവുക. ചിലപ്പോൾ നേരത്തെ എഡിറ്റിങ് കഴിയുമ്പോൾ ഞാൻ വീഡിയോസ് നേരത്തെ ഇടാറുണ്ട്. മാക്സിമം നേരത്തെ ഇടാൻ ഒരുപാട് ശ്രമിക്കും. എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വോയിസ് ഓവർ കൊടുക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. രാവിലെ തന്നെ അടുത്തുള്ള വീട്ടുകാർ തുണിയലക്ക് തുടങ്ങും. ചിലരത് ഉച്ചവരെയും അലക്കിക്കൊണ്ടിരിക്കും. അപ്പം നമുക്കത് വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് എൻ്റെ ഇക്കുവിനോട് പറഞ്ഞപ്പോൾ എൻ്റെ ഇക്കു പറഞ്ഞ്, നീ ആ ഇത്താമാരോട് പറ ഇനി കല്ലേ തുണി അലക്കല്ലെന്ന്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളിനി തുണി അലക്കാവുള്ളെന്ന് പറയാൻ പറഞ്ഞ്. കഴിഞ്ഞ ദിവസം ഞാൻ എന്നിട്ടൊരു ഇത്തായോട് പറഞ്ഞ്, ഇത്ത ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അലക്കാൻ വന്നു, 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ്. അപ്പോഴേക്കും എൻ്റെ ചായ റെഡിയായി. നല്ല ചൂട് ചായ ഞാൻ കുടിക്കുവാണ്. നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? ചായ കുടിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഭാഗട്ടോ, നല്ല ചൂട് ചായ തരാം. പിന്നെ രാവിലെ തന്നെ ചോറിറക്കി റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇന്നൊരു ഒപ്പീര് ദിവസമാണ്. ചക്കിയും കിച്ചുമോനും എഴുന്നേറ്റിട്ടില്ല. അവരുടെ ചായ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വേണം അവരെ വിളിച്ചെണീപ്പിക്കാൻ. പിന്നെ ചക്കി ഇന്നലെ സ്കൂളിൽ പോയപ്പോൾ ഏതോ ഒരു കുട്ടി ചക്കീനെ കല്ലും കൊണ്ട് തലക്കെട്ടിടിച്ചെന്നോ ഒക്കെ ചക്കി പറയുന്നു. അതുകൊണ്ട് ചക്കി ഇന്ന് പോകുന്നില്ല, ലീവിലാന്ന് ഇന്നലെ പറഞ്ഞ്. ഞാൻ പറഞ്ഞ ലീവ് തരികയില്ല, എന്തായാലും സ്കൂളിൽ വിടുമെന്ന് പറഞ്ഞ്. പിന്നെ രാവിലെ തന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കിച്ചുമോനിക്ക് ഇഷ്ടമാണ് ഈ പച്ചമുളകും ഇഞ്ചിയും പുളിയും തേങ്ങയും ചെറിയ ഉള്ളിയും കൂടെ വെച്ച് അരച്ചെടുക്കുന്ന ചമ്മന്തിയെ. ഇന്നിപ്പോൾ അവനിക്ക് അത് കൊടുത്തു വിടാൻ വേണ്ടി ഉണ്ടാക്കുവാണ്. ഈ പച്ചമുളക് വെച്ചാലേ അവൻ കൂട്ടുള്ളൂ. അവിടെ ഞാൻ മുളക് പൊടി വെക്കുകയോ അല്ലെങ്കിൽ വത്തൽമുളക് വെക്കുകയോ ചെയ്താൽ ചുമന്നിരുന്ന അവനിക്ക് ഇഷ്ടമല്ല. പച്ചമുളക് തന്നെ വെച്ച് വേണം ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോഴേക്കും ഞങ്ങളുടെ ചെക്കിക്കുഞ്ഞാവ് എഴുന്നേറ്റ് വന്നു. അവൻ രാവിലെ തന്നെ എന്നോട് പറയുവാണ്, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എനിക്ക് ലീവ് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കൊഞ്ചിക്കൊണ്ടിരിക്കുവാണ്. ഞങ്ങളുടെ ചക്കിക്കുഞ്ഞാവയ്ക്ക് രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പം കുറച്ച് നേരം ഇങ്ങനെ മടിയിലൊക്കെ ഇരുത്തി ഇങ്ങനെ കൊഞ്ചിച്ചൊക്കെ എടുക്കണം. അതാണ് ഞങ്ങളുടെ ചക്കിക്കുഞ്ഞാവയ്ക്ക് ഇഷ്ടം. നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെയാണോ? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം മടിയിലൊക്കെ ഇരുത്തി ഇങ്ങനെ കൊഞ്ചിച്ചൊക്കെ എടുക്കേണ്ട കുട്ടികളാണോ നിങ്ങളുടേത്? അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളുടെ ചക്കി പാവമാണ്. ഇനി പോലെ ഞങ്ങളുടെ ചക്കിനെ ഞങ്ങൾ സ്കൂളിൽ വിടുന്നില്ല, വീട്ടിലിരുത്തി പഠിപ്പിച്ചിട്ട് എക്സാം എഴുതാൻ മാത്രമേ വിടുന്നുള്ളൂ. ചക്കിക്ക് ഇഷ്ടമല്ല ഉമ്മീനെ വിട്ട് സ്കൂളിൽ പോയി ഇരിക്കാൻ. ചക്കി തന്നെ എന്നോട് പറഞ്ഞ്, ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചോളാം, എന്നിട്ട് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി മാത്രം സ്കൂളിൽ പൊക്കോളാമെന്ന്. നാളെ 30-ാം തീയതിയാണേ. ഞാൻ ഈരാറ്റുപേട്ടക്കാരായ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരുവേ. നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല കമൻ്റ് ഇട്ടവർക്കുള്ള സമ്മാനവുമായിട്ട് വരുമ്പം നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും. നിങ്ങളുടെ വീട്ടിൽ വരുവാണെങ്കിൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ചോറ് വെന്ത്, ചോറ് ഞാൻ വടിക്കാൻ പോവുക. ഇന്ന് വലിയ കാര്യമായിട്ട് കറികളൊന്നുമില്ലായ ചമ്മന്തിയും മുട്ട വറുത്തതും അതുപോലെ ചമ്മന്തിപ്പൊടിയും അച്ചാറും പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ വറുത്തതും. ഇത് മാത്രമേ ഉള്ളൂ ഇന്ന് സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടി. പിന്നെ ഇന്നലെ വെച്ച മീൻകറിയും മീൻ വറുത്തതും കൂർക്ക താളിച്ചൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് വലിയ കാര്യമായിട്ട് ജോലിയൊന്നുമില്ല. മീനൊന്നും സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റാത്തത് കൊണ്ട് ഇവർക്കാണ് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്തത്. ഞാൻ മുട്ട പൊരിക്കാൻ വേണ്ടി പൊടിച്ചെടുക്കുവാണ്. അപ്പോൾ ചക്കി പറയുക, ചക്കി മുട്ട പൊരിക്കാൻ, ചക്കിക്ക് മുട്ട പൊരിക്കാൻ അറിയാം, അല്ലെങ്കിൽ ചക്കി ഇളക്കി തരാമെന്ന്. അപ്പോൾ ചക്കി രാവിലെ എഴുന്നേറ്റിട്ട് ബ്രഷ് ചെയ്യാതെ അവിടെ ഇരിക്കുവാണ്. ഞാനപ്പോൾ ചക്കിയോട് പറഞ്ഞ്, നീ ബ്രഷ് ചെയ്തിട്ടൊക്കെ വരുവാണെങ്കിൽ നിന്നെക്കൊണ്ട് ചെയ്യിക്കാമെന്ന്. അപ്പോൾ ചക്കി ഇന്ന് ലീവ് എടുക്കാനുള്ള ഒരു പ്ലാനിങ്ങിലായി ഇരിപ്പൊക്കെ. എന്തായാലും ചക്കിനെ ഞാൻ സ്കൂളിൽ വിടും. ഞാൻ നിങ്ങളുടെയൊക്കെ കമൻറ്റ് വായിക്കാറുണ്ട്. എല്ലാ കമൻറ്റിനും പറ്റുന്ന പോലെയൊക്കെ റിപ്ലൈ ചെയ്യാറുമുണ്ട്. പിന്നെ ഇന്നലത്തെ വീഡിയോസിൽ 1-2 കമൻറ്റ് കിടക്കുന്നുണ്ട്, അമ്പിളിയുടെ കൂടെ പഠിച്ചതാണെന്നും അമ്പിളിയെ അറിയാമെന്നൊക്കെ. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളും പറഞ്ഞ് അവളുടെ കൂടെ പഠിച്ചത് അവൾക്ക് പിള്ളേരുടെ പേര് പറയുമ്പോഴത്തേക്ക് ഓർമ്മ വരുന്നുണ്ടെന്ന് പറയും. ഞങ്ങൾ മുട്ട പൊരിക്കുമ്പം ഉള്ളിയും പച്ചമുളകൊന്നും ഇടുകയില്ലായേ. ഉപ്പിട്ട് ഇളക്കി എടുത്തിട്ട് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് എടുക്കാറാണ്. എനിക്ക് ഈ ഉള്ളിയൊന്നും ഇടുന്ന ഇഷ്ടമല്ല ഈ മുട്ടയിൽ. ആ മുട്ടയുടെ ടേസ്റ്റ് അങ്ങ് പോകും. ഞാൻ മുട്ട ഓംപ്ലേറ്റ് ഒക്കെ നമ്മൾ അന്തിക്കടയിൽ നിന്നൊക്കെ വാങ്ങിയാലും പ്ലെയിൻ ഓംപ്ലേറ്റേ വാങ്ങുകയുള്ളൂ. എനിക്കതാണ് ഇഷ്ടം. എന്നെപ്പോലെ പ്ലെയിൻ ഓംപ്ലേറ്റ് കഴിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്കൊക്കെ ഇന്ന് എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്, അതുപോലെ ഉച്ചക്കലത്തെ ലഞ്ചിന് എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് സ്ഥിരം കമൻറ്റ് ഇടുന്ന കുറച്ച് പേരുടെ പേര് എനിക്ക് എപ്പോഴും ഓർമ്മയിലുണ്ട്. ഒരു ഫർഹാന അൻസാരി, ഷെമി അംജിത്ത്,
സന്ധ്യ, നസിയ. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ സ്ഥിരം നിങ്ങളുടെ കമൻറ്റ് കാണാറുള്ളത് കൊണ്ട് കുറച്ച് പേരുകൾ എൻ്റെ മനസ്സിലിങ്ങനെ നിൽപ്പുണ്ട്. അതിങ്ങനെ പറഞ്ഞെന്നേ ഉള്ളേ. അപ്പോഴേക്കും ചെക്കിനെ ഞാൻ കുളിപ്പിച്ചൊരുക്കി യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തു, സുന്ദരനാക്കി എടുക്കുവാണ്. ഇനി ഫുഡ് വാരി കൊടുക്കണം. പിന്നെ ചക്കയുടെ ലഞ്ചൊക്കെ എടുത്ത് അവൻ്റെ ബാഗിൽ വെച്ചു. അപ്പോഴേക്കും 8:40 പിന്നെ അവനെ കൊണ്ടുവിടാനുള്ള സമയമായി. ഇപ്പോൾ അവൻ്റെ ബസ് വരും. പിന്നെ അവനെ കൊണ്ട് കയറ്റി വിട്ടിട്ട് വേണം വന്നിട്ട് ബാക്കി ജോലികൾ. ഇന്ന് എനിക്കൊരു വലിയൊരു പണി കിട്ടിയ ദിവസമാണ്. ഇനി അവനെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് വേണം അത് ചെയ്യാൻ. ആ പണി എന്താണെന്ന് ചോദിച്ചാൽ, വാഷ് ബേസിൻ്റെ അടിയിൽ ഓസ് ഊരിപ്പോയി. അത് ഡോർ ഉള്ളതുകൊണ്ട് വെള്ളം ലീക്ക് ചെയ്ത് ഞാൻ അറിഞ്ഞില്ല. കുറേ ആയിക്കഴിഞ്ഞപ്പോൾ അടുക്കളയിലേക്ക് ഒഴുകിയപ്പോഴാണ് അത് ഞാൻ അറിഞ്ഞത്. കുറേ കഞ്ഞിവെള്ളവും അതും ഇതുമൊക്കെ ഞാൻ ഒഴിക്കുകയും ചെയ്ത്. അതെല്ലാം അവിടെ എല്ലാം വീണ് അടുക്കളയിൽ. ഇനി അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണത്. പിന്നെ എനിക്ക് അത് ശരിയാക്കി വാഷ് ബേസിൻ ശരിയാക്കിയിട്ട് വേണമായിരുന്നു പാത്രം ഒക്കെ കഴുകാൻ. അതുകൊണ്ട് ഞാൻ പാത്രമൊന്നും കഴുകിയില്ലായിരുന്നു. പിന്നെ അതെല്ലാം ശരിയാക്കിയിട്ട് പാത്രമൊക്കെ കഴുകുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും ബൈ. പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിൽ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യണേ. യൂട്യൂബിൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വെച്ചിട്ടുണ്ട്.